ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചോദ്യം, ഹു റോട്ട് ദ ബുക്ക് ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്? VP മേനോനാണ് ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. The Constitution of India came into force on 26 January 1950. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. The Nehru Report submitted on 10th August 1928. 1928 ഓഗസ്റ്റ് 10 നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടു. Who was the chairman of drafting committee of Indian Constitution set up by the Constituent Assembly? B.R. Ambedkar. Pune Pact of 1932. 1932 Pune Pact. The basic philosophy of the Constitution can be found in നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫിലോസഫി പ്രിയാമ്പിൾ ആമുഖത്തിലാണ്. പാർട്ട് 2 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 5 to 11 ഡീൽസ് വിത്ത് ദ സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാം ഭാഗത്തിൽ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 1948 ദ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ഹെഡഡ് ബൈ ജസ്റ്റിസ് SK ദർ ആണ്. 1947 ഭാഷാ പ്രൊവിൻസസിൻ്റെ ആ ഒരു കമ്മീഷൻ്റെ ഹെഡ് SK ദർ ആണ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത് B.R. അംബേദ്കർ ആണ്. ഡാഷ് വാസ് എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഫോർ 8th കറാച്ചി സെഷൻ ഓഫ് 1931. ജവഹർലാൽ നെഹ്റു ആണ് കറാച്ചി സെഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത്. 1931 കറാച്ചി സെഷൻ്റെ INCയുടെ പ്രസിഡൻ്റായത് ജവഹർലാൽ നെഹ്റു ആണ്. The Constitution of India became fully operational with the effect from 26 January 1950. അത് പൂർണ്ണമായിട്ടും നിലവിൽ വന്നത് 1950 ജനുവരി 26 The Right of Children to Free and Compulsory Education Act or Right to Education Act RTA is an act of Parliament of India enacted on 4th August 2009. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് ഓഗസ്റ്റ് 4, 2009 ഓഗസ്റ്റ് 4 The Right of Children to Free and Compulsory Education Act or Right to Education Act RTA in an Act of Parliament of India comes under Article 21A. Article 21A അണ്ടറിലാണ് ഈ ഒരു ഇത് വരുന്നത്. അതായത് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ള RTA ആക്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. The Right of Children to Free and Compulsory Education Act or Right to Education Act is an act of Parliament of India which describes the modalities of the importance of free and compulsory education for children between the age of 6 to 14 years. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമമാണിത്. The Right of Children to Free and Compulsory Education Act or Right to Education Act is an act of Parliament of India. The act came to force on 1st April 2010. Title of RTA Act incorporates the words free and compulsory. The National Food Security Act passed on 2013 National Food Security Act. What does PDS stands for? Public Distribution System എന്നാണ് PDS എന്നോട് ഉദ്ദേശിക്കുന്നത്. What does ICDS stands for? Integrated Child Development Services. The RTA bill was passed by Parliament of India on 15th June 2005. The RTI bill was passed by Parliament of India 15th June 2005 and came into force which effect from അത് നിലവിൽ വന്നത് 12 ഒക്ടോബർ 2005 മുതലാണ്. What does PIO stands for? The Public Information Officer. What does MMS stands for? MMS Midday Meal Scheme. What does NHRC stands for? The NHRC
means National Human Rights Commission. National Human Rights Commission. The National Human Rights Commission is a statutory body, അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരേ സമയം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമാണ്, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. Who is the current chairman of National Human Rights Commission? Justice Arun Kumar Misra. Which of the following statement is not correct about the National Human Rights Commission? ഇതിൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1993. ഇത് കറക്റ്റാണ്. ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വയോലേഷൻ ദ കമ്മീഷൻ ഹാസ് നോ റൈറ്റ് ടു പണിഷ് കൾപ്രിറ്റ്. അതും കറക്റ്റാണ്. ദ കമ്മീഷൻ സെൻഡ്സ് ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതും കറക്റ്റാണ്. ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അല്ല. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഡൽഹിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടർ. When changes have been made in National Human Rights Commission Act 2006. 2006ലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ടിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടായത്. ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ബുക്ക് എഴുതിയത് രജനി കോത്താരിയാണ്. രജനി കോത്താരി. ദലിത് ശോഷിത് സമാജ് സംഗ്രഹ് സമിതി ഇത് സ്ഥാപിച്ചത് 1981 ആണ്. ദലിത് ശോഷിത് സമാജ് സംഘർഷ് സമിതി ഫൗണ്ടഡ് ഇൻ 1981ലാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് റിലേറ്റഡ് ടു സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് മൂവ്മെൻറ്റ് ഗ്രൂപ്പ്. ഓൺ വിച്ച് റിവർ ഈസ് സർദാർ സരോവർ ഡാം ബിൽഡ്? നർമ്മദ റിവർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവർ ഫ്ലോസ് ത്രൂ എ റിഫ്റ്റ് വാലി? നർമ്മദയാണ് ഒരു റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞത്. നർമ്മദയാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ആൻഡ് NGO ലോഞ്ച് എ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ റിവർ വാലി പ്രോജക്റ്റ്? ഗുജറാത്താണ്. ഗുജറാത്തിലാണ്. നെയിം ദ ലോങ്സ്റ്റ് വെസ്റ്റ്വാർഡ് ഫ്ലോയിങ് റിവർ ഓഫ് പെനിൻസുലർ ഇന്ത്യ? അതും നർമ്മദ തന്നെയാണ്. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റ്വാർഡ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നർമ്മദ തന്നെയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വാസ് അസോസിയേറ്റഡ് വിത്ത് ചിപ്കോ മൂവ്മെൻറ്റ്? അതായത് ഇതിൽ എല്ലാവരും സുന്ദർലാൽ ബഹുഗുണ, അതുപോലെ ഗൗരാദേവി, സുദേശാദേവി, ഇവരെല്ലാവരും ഏതിൽപ്പെടുന്നതാണ്? ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. സുന്ദർലാൽ ബഹുഗുണ, ഗൗരാദേവി, സുദേശാദേവി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1973 ടു സേവ് ദ എവർഗ്രീൻ tropical forests in the Palakkad district of Kerala, India from being flooded by a hydroelectric project? Silent Valley movement. Silent Valley movement. The CIPCO is one of the world known environmental movements in India. The Kaveri water distribute between Karnataka and Tamil Nadu. The Kaveri എന്നുള്ളത് കാവേരിയാണ്. Which article of Indian Constitution give the power to the government to make special provisions for the development of SC, ST, OBC against the Article 15th? Article 29 ആണ്. Article 29 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് സ്പെഷ്യൽ പ്രോവിൻസസ് നൽകുന്നത്. SC, ST, OBC. അതായത് ആർട്ടിക്കിൾ 15-നെതിരായി SC, ST, OBC എന്നിവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് നൽകുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 29 ആണ്. ഹൗ മെനി മെമ്പേഴ്സ് ആർ നാഷണൽ കമ്മീഷൻസ് ഫോർ ദ അതർ ബാക്ക്വേർഡ് ക്ലാസ്? 4 മെമ്പേഴ്സാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൻ്റെതുള്ളത്. ദ ULFA വാസ് ഫോംഡ് ഇൻ ഏപ്രിൽ 1979. ULFA ഫോം ചെയ്തത് ഏപ്രിൽ 1979ലാണ്. ദ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ ഹോംലാൻഡ് ഫോർ സിഖിനാണ് കേട്ടോ. ബൈ എസ്റ്റാബ്ലിഷിംഗ് എ സോവറിൻ സ്റ്റേറ്റ് കോൾഡ് ഖാലിസ്ഥാൻ, ലാൻഡ് ഓഫ് ഖലസ ഇൻ പഞ്ചാബ് റീജിയൻ. പഞ്ചാബ് റീജിയനിൽ ഖൽസകൾക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ഭൂപ്രദേശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കലാപം നടത്തിയവരാണ് സിഖ് വിഭാഗക്കാരാണ്. അതാണ് ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്. മഹാരാജ ഹരി സിംഗ് signed the instrument of accession on 26 October 1947. Which Indian states share boundaries with Pakistan?
അതായത് ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് ഇതൊക്കെ പാകിസ്ഥാനുമായി ബൗണ്ടറി പങ്കിടുന്നുണ്ട്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബോർഡർ ഇസ് ഓൾസോ നോൺ ആസ് ഇന്റർനാഷണൽ ബോർഡർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വെൻ ബോർഡേഴ്സ് ഓഫ് പാകിസ്ഥാൻ വെർ ഡ്രോൺ 17th August 1947. 17th August 1947. The first capital of independent Pakistan was Karachi. Who drew up the borders of newly independent Pakistan? സിറിൽ റാഡ്ക്ലിഫ് ആണ്. അതാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് 1971 മൈസ വിച്ച് വാസ് പാസ്ഡ് ബൈ May 1971. Maintenance of Internal Security Act 1971 മൈസ which was passed by 1971. Raj Narain who has been defeated in 1971 parliamentary election by ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് പരാജയപ്പെടുത്തിയത്. The national emergency in India came into existence from 25th June 1975. The national emergency in India came into existence from 25th June 1975. Total revolution was associated with the Jayaprakash Narayan. Total revolution was associated with the Jayaprakash Narayan. The national emergency in India was declared on 25th June 1975 for the period of 21 months by Fakhruddin Ali Ahmad, the President of India. The national emergency in India was declared on 25th June 1975 for the period of 21 months by Fakhruddin Ali Ahmad, the President of India. Which of the following constitutional amendments equipped President to impose national emergency on any particular part of India? 42nd Amendment പ്രകാരമാണ്. അതായത് equipped President to impose national emergency. പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്ന അമെൻമെൻ്റ് ആണ് 42nd Amendment. Which kind of emergency will be imposed in the case of war, external aggression and armed rebellion? 352 ആണ്. Then how many times have the financial emergency imposed in India? ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല. Which of the following fundamental rights do not abolish automatically during national emergency? Article 20 and 21. Fundamental rights do not get abolished automatically during national emergency. അതായത് നാഷണൽ എമർജൻസി വരുമ്പോൾ അതായത് ഇല്ലാതാക്കപ്പെടാത്ത രണ്ട് അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടാൻ പാടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ? The fundamental rights of Article 19 are suspended automatically during national emergency declared on the basis of war, extension, aggression. The fundamental rights of Article 19 cannot be suspended in the case of national emergency declared on the basis of armed rebellion. Article 19 automatically revives when the national emergency is over. When a national emergency enforced, the fundamental rights of Article 19 are repealed after the President order. ഇത് കറക്റ്റ് അല്ല. How many times have the national emergency been implemented in India? 3 പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ ഈസ് merged with MGNREGA. How many industries were reserved only for the public sector before the deregulation of industrial sector in 1991? 17 industries are there. This is the policy that helps integrate a domestic economic with the world economy, globalization. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തുന്നതാണ് ഗ്ലോബലൈസേഷൻ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് പബ്ലിക് സെക്ടർ പാർഷ്യലി ഓർ എൻറ്റയർലി ടു ദ പ്രൈവറ്റ് സെക്ടർ ഈസ് നോൺ ആസ് privatization. What was the primary outcome of the liberalization and privatization initiatives under the new economic policy in 1991 followed by Indian government? Globalization ആണ്. ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും പ്രൈമറി ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ്സ്
was not a part of economic reforms under the new economic policy 1991. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. 1991 ന്യൂ എക്കണോമിക് പോളിസി പ്രകാരം ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ LPG ആണ്. In Desh, the Rajiv Gandhi government introduced a new economic policy on education, popularly known as New Education Policy NEP. 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രാജീവ് ഗാന്ധി കൊണ്ടുവന്നത്. 1986 the new education policy expected to spend percentages of GDP education. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 6% വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡസ് നോട്ട് ഷെയർ എ ബോർഡർ വിത്ത് ചൈന? ആസാം ചൈനയുമായിട്ട് ബോർഡറില്ല. സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഒക്കെ ചൈനയുമായിട്ട് ബോർഡർ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡസ് നോട്ട് ഷെയർ എ ബോർഡർ വിത്ത് ചൈന? റാഡ്ക്ലിഫ് ലൈൻ ബോർഡർ ഉണ്ട്, ദുരന്ത് ലൈൻ ഉണ്ട്, അതുപോലെ സൈലൻറ്റ് ലൈൻ ഉണ്ട്. എന്നാൽ മക്മോഹൻ ലൈന് ചൈനയുമായിട്ട് ബോർഡർ ഇല്ല. Which of the following is not disputed site between India and China? Doklam, Galwan Valley, Despang Place. ഇതൊക്കെ ഇന്ത്യയും ചൈനയ്ക്കിടയിൽ ആ ഒരു ഡിസ്പ്യൂട്ടഡ് സൈറ്റ്സിൽ വരുന്നതാണ്. എന്നാൽ ലിപ്പിലേക്ക് പാസ് ഇല്ല. വാഗ ബോർഡർ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കാണ് വാഗ ബോർഡർ ഉള്ളത്. വെൻ ഇന്ത്യ ചൈന ഫോർ ദ ഡെഡ്ലിസ്റ്റ് വാർ 1962 ആണ് ഡെഡ്ലിസ്റ്റ് വാർ. ഇന്ത്യ ആൻഡ് ചൈന വാറാണ് ഡെഡ്ലിസ്റ്റ് വാർ. ദ പഞ്ചശീൽ ട്രീറ്റി ഹാസ് ബീൻ സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യ കണ്ടക്റ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഇൻ ഇയർ 1974. ഇന്ത്യ കണ്ടക്റ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഇൻ ഇയർ 1974. The Cold War began immediately after World War II. The Cold War began രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ തൊട്ട് വേഗം തന്നെയാണ് കോൾഡ് വാർ ആരംഭിച്ചത്. ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് സാർക്ക്. സാർക്കിൻ്റെ ഭാഗമാണ് ഇന്ത്യ. സാർക്ക് ഈസ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ കാഠ്മണ്ഡു. കാഠ്മണ്ഡുവിലാണ് സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സിംല അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ഓൺ 1972. സിംല അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫിക്കർ അലി ഭുട്ടോ. നാം വാസ് ഫൗണ്ടഡ് ഇൻ ബെൽഗ്രേഡ്. 1961 ബെൽഗ്രേഡിലാണ് NAM സ്ഥാപിതമായത്. Which agreement was signed between India and Pakistan after Indo-Pakistani War of 1965? താഷ്കൻഡ് അഗ്രിമെൻറ്റ്. 1965 ഇൻഡോ പാകിസ്ഥാൻ വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള കരാറാണ് താഷ്കൻഡ് കരാർ. ഇന്ത്യ ഡിക്ലെയർഡ് LTTE ടു ബി എ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആഫ്റ്റർ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിൻ്റെ അസാസിനേഷന് ശേഷമാണ് LTTEയുടെ ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റാണ് ഇത് LTTE. Which of among following is associated with liberation of Bangladesh? ബംഗ്ലാദേശിൻ്റെ ലിബറേഷനുമായിട്ട് ബന്ധപ്പെട്ടത് മുക്തി ബാഹിനിയാണ്. ബംഗ്ലാദേശ് വാസ് ലിബറേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ഇൻ ദ ഇയർ 1971. പാകിസ്ഥാനിൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെട്ടത് 1971. The main objectives of the first 5-year plan of India development of agriculture. Who is the president of National Development Council? Prime Minister. Prime Minister is the president of National Development Council. The first 5-year plan of India started in 1951. NITI അതായത് നീതി ആയോഗ് or the National Institute for Transforming India replaced which of the following commission? The Planning Commission. Who is the chairman of Niti Aayog? Prime Minister. The State Reorganization Commission was formed in 1953 to reconsider the demand for language-based state formation, which was led by Fasal Ali. Fasal Ali ആണ് 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ഫോം ചെയ്തത് 1953 ആ ഒരു ഇത് മുന്നോട്ട് വെച്ചത് ഫസൽ അലിയാണ്. The State Reorganization Act of 1956 divided the whole country into 14 states and 6 union territories. The Constituent Assembly of India was set up under the framework of Cabinet Mission 1946. The all-important drafting committee had to distinguish jurists and lawyers along with the chairman, Dr. B.R. Ambedkar. They were
Alladi Krishnaswamy Iyer and K.M. Munshi. The all important drafting committee had to distinguish jurists and lawyers along with the chairman Dr. B.R. Ambedkar. They were Alladi Krishnaswamy Iyer and K.M. Munshi. കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.